തോന്നിയാസാണെങ്കിൽ ഇവിടെ വേറെ വക്കീലന്മാരുണ്ടടി. നിന്നൊക്കെ ബോധമുള്ളവര്. നിനക്കെന്താ മറുപടിയില്ലേ? നീ പറഞ്ഞ് തോപ്പിക്കുന്ന ആളല്ലേ? അതൊക്കെ വളരെ മോശം ലഹരികളല്ലേ? നമ്മുടെ ലഹരികള് വരിടാവൊന്നും വേണ്ട. ഇതാവുമ്പോ ആശുപത്രിക്ക് വീട്ടിൽ തൊട്ടടുത്തല്ലേ. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ലഹരി, പ്രാർത്ഥിക്കുവാനുള്ള ലഹരി, അങ്ങനെ ജീവിതത്തോട് തന്നെ നമുക്കൊരു ലഹരി തോന്നണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ നല്ല വ്യക്തികളാകുന്നത്. ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് എന്തിനാണ്? ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തെക്കാളും നമ്മൾ കുറെ കൂടെ നന്നായി ജീവിക്കാൻ, അല്ലേ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാന്ന്? പോവിടുന്നു. ദോഷങ്ങളെല്ലാം മാറി നല്ല കുട്ടിയെ പഠിക്കാൻ അത് കിട്ടുന്നത് കേട്ടോ. ദേവി നാരായണ ലക്ഷ്മി നാരായണ. മോളുടെ യൂണിഫോം അവളുടെ ചെറിയൊരു ആഗ്രഹം പോലും സാധിച്ചെടുക്കാൻ പറ്റാത്ത ഈയൊക്കെ പിന്നെ എന്തിനാണ് ഒരു അമ്മയെന്ന് പറഞ്ഞിരിക്കുന്നത്? അനഘ, അനഘ. It was 1857. ഹലോ, അനഘയൊന്ന് കിട്ടുമോ? അനഘ അനഘ പറഞ്ഞു വിളിച്ചേക്കരുത് മേലാൽ. പറഞ്ഞേക്കാം. അൾസർ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ നമുക്ക് വരും. എന്നാൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചാൽ നമുക്ക് അസുഖം വരില്ല. കഴിഞ്ഞു. കൊള്ളാം. ആനന്ദിന്റെ വീട്ടിൽ പച്ചക്കറി കൃഷിയുണ്ടോ? ഇല്ല. പിന്നെ ഇത് ആരാ പറഞ്ഞു തന്നെ? അമ്മ. ചെല്ല്. ഇനി നാളെ ആരാ ക്ലാസ് എടുക്കുന്നേ? ആ
നമ്മുടെ പുതിയ ആളുണ്ടല്ലോ, അശ്വതി കവിക്ക് ക്ലാസ് എടുത്തൂടെ നാളെ? അത് സാർ എനിക്കറിയില്ല. അതിനിപ്പോൾ ഇത്ര അറിയാനൊന്നുമില്ല. അശ്വതി ഇങ്ങ് വന്നേ, ബാക്കി എല്ലാവരും ബഹളം വെക്കാം, ക്ലാസ്സിൽ പോയി ചെല്. അശ്വതിക്ക് എന്താ ഞങ്ങളുടെ സ്കൂൾ ഇഷ്ടമായില്ലേ? അതോ പഴയ സ്കൂൾ മിസ്സാവുന്നുണ്ടോ? പഴയ സ്കൂള് മിസ്സാവുന്നില്ല, പക്ഷെ അനഘേനെ മിസ്സാവുന്നുണ്ട്. ആരാ അനക്ക? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിങ്ങൾ രണ്ടാളുടെ അന്ന് കറങ്ങാൻ പോയേ? എന്തിനാ പോയേ? ഞങ്ങളെ ആരും എവിടെയും കൊണ്ടുപോകാത്തോണ്ടാ. അതുപോലെ തന്നെ പെൺകുട്ടികളായോണ്ട് തന്നെ എവിടെയും വിടത്തുമില്ല, അതുകൊണ്ടാ. ആ, ഇതിൽ തന്നെ ഉണ്ടല്ലോ ക്ലാസ് എടുക്കാനുള്ള സബ്ജക്റ്റ്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കിക്കൂടെ? അശ്വതിക്ക് പറ്റും, അശ്വതി മിടുക്കിയല്ലേ. വാ, കാണാതെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ കണ്ടെത്തുമല്ലേ. സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്നോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. പുറത്താക്കപ്പെട്ടവരൊക്കെ വലിയ ആൾക്കാരായിട്ടേ ഉള്ളൂ. ഈ എന്നെ തന്നെ പണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയല്ലേ, അതുകൊണ്ട് പേടിക്കേ വേണ്ട. ഗവൺമെന്റിന്റെ സ്ത്രീ വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കാനായി നൂറുകണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന സ്ത്രീ ശാക്തീകരണ ജാഥ ഈ വരുന്ന അമ്മേ. ആ, മോള് വന്നോ? മോളെ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മാള് കാണിക്കാൻ കൊണ്ടുപോവാന്ന്. ഓ, എനിക്കിനി മാളൊന്നും കാണണ്ട. നാളെ സ്കൂളിൽ എന്നോടൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള വ്യത്യാസേ അമ്മ എനിക്ക് കുറച്ച് പറഞ്ഞു തരോ? എന്ന് പറഞ്ഞാ? എന്ന് പറഞ്ഞാലേ, ഈ ആണുങ്ങൾക്ക് തന്നെ എവിടെയും പോവാലോ, പെണ്ണുങ്ങൾക്ക് അങ്ങനെ പറ്റൂലോ. അങ്ങനെയൊക്കെയുള്ള അത് ആ, കല്യാണം കഴിച്ചാല് പെണ്ണുങ്ങൾക്ക് അച്ഛന്റെ പേര് മാറി ഭർത്താവിന്റെ പേര് വരും. ആണുങ്ങൾക്കതില്ല. ആ, എനിക്ക് കുറച്ചുകൂടെ പറഞ്ഞുതരാവോ? നമുക്ക് ആലോചിക്കാം. വാ, നമുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഇരുന്ന് ആലോചിക്കാം. അച്ചു, ദേ കൊച്ചു കൊച്ചു മോഹം മാത്രം സ്വർണ്ണവർണ്ണ തേരിലേറി പിച്ച വച്ച് വന്നു എന്ന് എൻ്റെ ഉള്ളിൽ ചൊല്ലി. കൊച്ചു കൊച്ചു മോഹം മാത്രം സ്വർണ്ണ